രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ഹൈക്കമാൻഡ് നീക്കങ്ങൾ തുടരുന്നു. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. വി.ഡി. സതീശനും ദീപാദാസ് മുൻഷിയും ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ടു. തിരുവനന്തപുരത്തുണ്ടായിട്ടും UDF യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തില്ല. I am going to everyone's house. I came here because I have not met him yesterday. He was not there. He went to Guruvayur. So he has come back. So it is my duty to come. I have come here. I am speaking to all the leaders. Will he be a part of cabinet? Ramesh is standing. He will tell whatever he wants to do. സമയത്ത് വ്യക്തമാക്കും. അതൊക്കെ സമയത്ത് വ്യക്തമാക്കും. കോൺഗ്രസ് മന്ത്രിമാരുടെ ലിസ്റ്റ് AICC അംഗീകരിച്ച് അത് സമയത്ത് അറിയിക്കും. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സനൂപ്, തിരുവനന്തപുരത്തുണ്ടായിട്ടും രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ UDF യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്ന കാര്യമൊന്നാണ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് ആഭ്യന്തരമന്ത്രി പദം വേണം, മറ്റൊന്ന് ജോസഫ് വാഴക്കനെ KPCC അധ്യക്ഷനാക്കണം, തനിക്കൊപ്പമുള്ള വിശ്വസിച്ചു നിന്ന MLA മാർക്ക് മന്ത്രിസ്ഥാനം നൽകണം. ഇതിൽ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. പക്ഷേ ഏത് വകുപ്പ് അക്കാര്യത്തിൽ AICC ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? ഏത് വകുപ്പ് അദ്ദേഹം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ സനൂപ്? മഹേഷ്, മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തല വരുമോ എന്നത് സസ്പെൻസ് തന്നെയാണ്. ഇപ്പോഴും അതിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഈ AICC അടക്കം അദ്ദേഹത്തെ കണ്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമമൊക്കെ തന്നെ നടത്തിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ കണ്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അദ്ദേഹം പറയുന്നത് 40 വർഷം മുമ്പ് താൻ മന്ത്രിയായിട്ടിരുന്ന ആളാണ്, 28ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് ഇപ്പോൾ തന്നെക്കാൾ ജൂനിയറായിട്ട് ഉള്ള ഒരാളുടെ കീഴിൽ മന്ത്രിയായിട്ട് വരണോ എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. അതായത് വരണമെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് കിട്ടിയാൽ മാത്രമേ മന്ത്രിസഭയിലേക്ക് ഉള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, വെറുതെ തന്നെ മാത്രം ഇങ്ങനെ മന്ത്രിസഭയിലേക്ക് എടുത്തുകൊണ്ട് കാര്യമില്ല, തന്നോടൊപ്പമുള്ളവരെയും രക്ഷപ്പെടുത്തണം എന്നുള്ള കാര്യം ചെന്നിത്തല ആവർത്തിച്ച് ഇവരോടൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിലൊന്ന്, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് തന്നോടൊപ്പം നിൽക്കുന്ന ജോസഫ് വാഴക്കിനെ നിയമിക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, തന്നോടൊപ്പമുള്ള MLA മാർക്ക് അവർക്കും മന്ത്രിസ്ഥാനം നൽകണമെന്നുള്ള ആവശ്യം. ഈ 3 ഉപാധികളും അംഗീകരിച്ചാൽ മാത്രമേ മന്ത്രിസഭയിലേക്ക് താനുള്ളൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ ദൂതന്മാരായിട്ട് ജ്യോതികുമാർ ചാമക്കാലയും അൻവർ സാദത്തും ജോസഫ് വാഴക്കിനും VD സതീശനെ കണ്ട് ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഒരു സമവായത്തിൽ എത്തിയിട്ടില്ല. അദ്ദേഹം വഴങ്ങിയിട്ടുമില്ല. ഈ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാതെ, ഉപാധികൾ അംഗീകരിക്കാതെ ഒരു കാരണവശാലും മന്ത്രിസഭയിലേക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തല അറിയിച്ചത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പല നേതാക്കളും ഒക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ അവരോടൊക്കെ തന്നെ അദ്ദേഹം വളരെ കുറച്ചുപേരോട് മാത്രമാണ് മനസ്സ് തുറന്നിട്ടുള്ളത്. ആ മനസ്സ് തുറന്നപ്പോഴൊക്കെ തന്നെ വ്യക്തമാക്കിയത് ഈ കാര്യങ്ങൾ തന്നെയാണ്. താൻ മാത്രമല്ല, തന്നോടൊപ്പമുള്ളവരെയും രക്ഷപ്പെടുത്തിയേ പറ്റൂ, തന്നോടൊപ്പം ഉറച്ചു നിന്നവരാണ്, അവർക്ക് കൂടി അർഹതപ്പെട്ട പരിഗണന ലഭിക്കാതെ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറാവില്ലെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അദ്ദേഹം കൂടി ഇവിടെ എത്തി രമേശ് ചെന്നിത്തലയുമായിട്ട് ചർച്ച ചെയ്യുമോ എന്നുള്ള കാര്യമാണ് ഇനി എടുത്തു പറയേണ്ട കാര്യം. കാരണം KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം വലിയ അതൃപ്തിയിലൊക്കെ തന്നെയാണെങ്കിലും അദ്ദേഹം നിലവിൽ വേറെ പ്രശ്നങ്ങളിലേക്കൊന്നും പോയില്ല. പക്ഷേ ഇപ്പോഴും ഈ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന സമയത്ത് അദ്ദേഹം പങ്കെടുത്തില്ല. അദ്ദേഹം നേരെ ഗുരുവായൂരൊക്കെയാണ് പോയത്. അതേപോലെ ഇന്ന് 4 മണിക്ക് UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ അതിലും പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ആ സമയത്ത് യോഗം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ പോയിരുന്നു. അല്പം നേരം മുമ്പ് പോയിട്ട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തായിരുന്നു. തമ്പാനൂർ രവിക്ക് അസുഖമാണ്, അദ്ദേഹത്തെ കാണാൻ വരെ പോയി. പക്ഷേ ഈ പറയുന്ന പോലെ UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. ഉച്ചയ്ക്ക് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനടക്കം ഇവിടെ വന്ന് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. 15 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോഴൊന്നും തന്നെ ഒന്നിനും വഴങ്ങാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. UDF എന്നെ അറിയിച്ചതുപോലെ 18-ാം തീയതി എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അവർ ഉറച്ചു പറയുന്നത്. പക്ഷേ ആ ഉറച്ചു പറയുന്ന കാര്യം, അതിൽ രമേശ് ചെന്നിത്തലയുടെ പേര് ക്യാബിനറ്റിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് സസ്പെൻസ് തന്നെയാണ് ഇപ്പോഴും മഹേഷ്.